ബിഗ് ബോസ് സീസൺ 7 മലയാളം. അപ്പോൾ ഈ റീയൂണിയൻ വന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയാം, അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പേഴ്സണലി മൈ പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. അതിൽ വന്നവരിൽ അപ്പാനി, ബിൻസി, സരിക, ശൈത്യ ഇവരെല്ലാം ഒരു ടീമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് ഓരോരുത്തർക്കും പേഴ്സണലി ഹേർട്ടായിട്ടുള്ള കാര്യങ്ങൾ അത് വെളുപ്പിച്ചെടുക്കണം എങ്ങനെയും. അതുമാത്രമല്ല, അവിടെ അനുമോളാണ് എല്ലാവരുടെയും ടാർജറ്റ്. ഇവർ മാത്രമല്ല, വന്നവരിൽ എല്ലാവരുടെയും ടാർജറ്റ് അനുമോളായിരുന്നു. പക്ഷേ അതിൽ മാറ്റമുള്ളവരെന്ന് പറയുന്നത് അഭിലാഷ്, ഒനീൽ, പിന്നെ ലക്ഷ്മി, മസ്താനി, പ്രവീൺ, ഇവരൊക്കെ അതിൽ നിന്ന് മാറ്റമുള്ളവരാണ്. എനിക്ക് ജിഷിൻ അങ്ങനെ ഭയങ്കര ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ മറ്റുള്ളവരൊക്കെ, അതായത് ഞാൻ ഇപ്പം മെൻഷൻ ചെയ്തവരൊക്കെ അനുമോൾക്ക് ഫേവറായിട്ടായിരുന്നു വന്നത്. എനിക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. ബാക്കിയുള്ളവരെല്ലാം ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ടീംസാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് അപ്പാനി, ബിൻസി, ശൈത്യ, അതുപോലെ തന്നെ സരിക. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും, ബിൻസി അപ്പാനി വിഷയം അറിയാമല്ലോ. അപ്പാനി എപ്പോഴും പോയി അക്ബറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ, എടാ അക്ബറെ, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്ത് ചെയ്യും, അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണോ, എടാ ഞാൻ പോയി സംസാരിക്കണോ, അങ്ങനെ. അപ്പോൾ അവൻ അപ്പാനിക്കറിയാം, അക്ബറിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നു, അതായത് എന്തും ചെയ്യുമെന്ന് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അക്ബർ. അതായത് അക്ബറിൻ്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിട്ട് നിൽക്കും, അതാണ് അക്ബർ. പക്ഷേ അനുമോളുടെ കേസിൽ എന്താ, ഫ്രണ്ട്സ് എന്നും പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം എങ്ങനെ അനുമോളിനെ താഴ്ത്തി കെട്ടാമെന്ന് പറഞ്ഞാണ് നോക്കിയിരിക്കുന്നത്. അതായത് അനുമോളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് അനുമോളിനെ വ്യക്തിഹത്യ ചെയ്യുന്നതാണ് ആദില നൂറ. ഫേക്ക്. അതായത് ആരാ ഈ ആദില, ഏതൊരു എനിക്ക് ഏതെന്ന് ഓർമ്മയില്ല, ഇന്നലത്തെ ഏതോ ഒരു ആക്ടിവിറ്റിയിലാണ് ആദില പറയുന്നത് കേട്ടായിരുന്നു. ആക്ടിങ് വളരെ സിമ്പിളാണ് അനുമോൾക്ക്, പക്ഷെ ഞാൻ പറയുന്നു ഭയങ്കര ആക്ടിങ് ചെയ്യുന്നതാണ് ആദില. ആദിലയാണ് മെയിൻ, ആദില നൂറയിൽ ആദില. കാരണം ഭയങ്കര ആക്ടിങ് ആണ്, ഫ്രണ്ടായിട്ട് നിൽക്കാനും, അതായത് ഇതെന്ന് പറയുക ഞൊടിയിടയിൽ പ്ലേറ്റ് മാറ്റി നല്ല എന്താണ് ദേഷ്യപ്പെടാനും ദേഷ്യത്തിൽ നിന്ന് സ്വിച്ച് ഓൺ ചെയ്ത് സന്തോഷിക്കാനും ഒക്കെ അതിലേക്ക് നല്ല കഴിവാണ്. ഇപ്പോൾ അനുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് നൂറ് ഒരിക്കലും എന്താണ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പോയി മിണ്ടാൻ ശ്രമിക്കാറില്ല നൂറ. പക്ഷേ അതിലൊന്ന് മിണ്ടിക്കഴിഞ്ഞാൽ അപ്പം ചാടി വീഴും നൂറ. അയ്യോ, എന്തൊക്കെയായിരിക്കും പ്രകടനങ്ങൾ അനുമോളിൻ്റെ അടുത്ത്. അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ബിൻസി, ബിൻസി അല്ല, ഈ അപ്പാനി എന്തെങ്കിലും ഇപ്പോൾ അനുമോളെടുത്ത് നല്ല സന്തോഷത്തിൽ വന്ന് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു പോയിൻ്റ് എടുത്തിടും, അതായത് വൈറ്റ് വാഷ് ചെയ്യാനുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു പോയിൻ്റ് എടുത്തിടും. എടി ബിൻസി, എടാ എന്താ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബിൻസി വന്നിട്ട് ബിൻസിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ ശൈത്യ ഒന്ന് അങ്ങനെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടീമായി കൂട്ടഹത്യയാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. മനസ്സിലായോ? ആർക്കെതിരെ? അനുമോൾക്കെതിരെ. പറയാതിരിക്കാൻ വയ്യ, ആ കുട്ടി അനുഭവിച്ചതിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര അനുഭവം തന്നെയായിരിക്കും ഈ അനുമോൾക്ക് ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. വേറെ ആരും ഇത്രയും അനുഭവിച്ചിട്ടില്ല. ഈ ആദില, നൂറ എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസ് പാർട്ട്നേഴ്സാണ്. അതായത് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മറ്റേ ആൾ സാന്ത്വനിപ്പിക്കാനുണ്ട്. മറുഭാഗത്തേക്ക് അതായത് രണ്ടുപേർക്കും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നാൽ രണ്ടുപേരും സാന്ത്വനിപ്പിക്കാനുണ്ട്. ഒരിക്കലും ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അവർ രണ്ടുപേരും. പക്ഷേ ഇവിടെ അനുമോളെന്ന് പറയുന്ന വ്യക്തിക്ക് ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഒരു ബാക്ക് ബോണായിട്ട് ആരുമില്ല. ആ കുട്ടി സ്വയം തന്നെയാണ് എല്ലാം ഹീൽ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വീണ്ടും പുതിയ, ഞാൻ ഇന്ന് റിവ്യൂ ആണ് കണ്ടത്, മറ്റേ ലൈവ് കണ്ടില്ലായിരുന്നു. അതായത് PR കൊടുത്തു അക്ബറിനെതിരെ. അതായത് അനുമോൾ PRൻ്റെ നമ്പർ കൊടുത്തു അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യിക്കരുതെന്ന്. ആർക്ക്? ആദിലേക്ക്. ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ വേറെ അക്ബറോ അപ്പാനിയൊക്കെയാണ് ചെയ്തിരുന്നതെങ്കിൽ ഓക്കെ, നമുക്കത് വിശ്വസിക്കാമായിരുന്നു. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. അപ്പോൾ ആ ഒരു കുട്ടിയുടെ വീണ്ടും ആൾക്കാർ എങ്ങനെ വിശ്വസിക്കുമെന്ന്? ഇതൊക്കെ വെറും മണ്ടത്തരമാണ്. അതായത് ഈ പറയുന്ന ആദിൽ മണ്ടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ചുമ്മാ ഈ അനുമോളിനെ എഗെയിൻസ്റ്റായിട്ട് പറയുന്നത് ഒരു എന്താണത്, ഒരു ശരിക്കുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ അനുമോൾ ഇങ്ങനെയൊക്കെ ലൈവിൽ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അനുമോളിനെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആദില ആരാ
അനുമോൾ പറഞ്ഞത് കറക്റ്റാണ്. ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ആദില. ഔട്ടായതിൽ നന്നായിട്ടുണ്ട്. പിന്നെ അനുമോൾ തോറ്റാലും ജയിച്ചാലും ഐ ഡോണ്ട് കെയർ. പക്ഷേ അനുമോൾ ഡിസേർവിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് കെട്ടിത്തന്നെ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എത്ര ഡീഗ്രേഡിങ് ചെയ്തിരുന്നാലും ഫസ്റ്റ് എത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഈ മറ്റ് കണ്ടസ്റ്റൻസൊക്കെ അനുമോൾക്ക് എഗെയിൻസ്റ്റായിട്ട് PR ഒക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പണ്ട് അതായത് ഫസ്റ്റ് സീസണിൽ പേളിമാണിക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പേളിമാണി ജയിക്കേണ്ടതായിരുന്നു, പക്ഷേ അവിടെ സബു മോൻ ജയിച്ചായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു കളി ഈ ഒരു സീസൺ 7 നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.